നമസ്കാരം. ഈ കലിയുഗത്തിൽ നാം ക്ഷേത്രദർശനം നടത്തേണ്ടതുണ്ടോ? എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്? തൃശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്രാലിക്കാവിന്റെ ഐതിഹ്യം മൂകാംബികാ ദേവിയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. പണ്ട് കേലോത്തച്ഛൻ എന്ന ഒരു വൃദ്ധൻ മൂകാംബിക തൊഴുതു മടങ്ങുമ്പോൾ വാർദ്ധക്യം കാരണം തനിക്കിനി തീർത്ഥാടനം നടക്കില്ലെന്ന് സങ്കടപ്പെടുന്നു. ആ വിഷമം കണ്ട് മൂകാംബികാ ദേവി അദ്ദേഹത്തിന്റെ ശീലക്കുടയിൽ ഒളിച്ചിരുന്ന ശേഷം ഇപ്പോൾ കാവിൽ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് കേലോത്തച്ഛൻ കുടവച്ച പൂവരസിൻ ചോട്ടിൽ കുടികൊള്ളുന്നു. ഒരു ഗ്രാമീണ യുവതിയായ ഉത്രാലി ഒരിക്കൽ തന്റെ അരിവാൽ കൊണ്ട് പുല്ലു ചേത്തുന്ന സമയം അരിവാൽ അവിടെ കണ്ട പറക്കല്ലിൽ ഉരയുന്നു. അപ്രതീക്ഷിതമായി ആ പറക്കല്ലിൽ നിന്നും രക്തം അഥവാ രുധിരം പൊടിയുന്നു. എല്ലാവരും കാരണം തിരയുന്നു. അങ്ങനെയാണ് ഉത്രാലികാവ് എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. വള്ളുവനാട്ടിലെ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ഉത്രാലിക്കാവിലും പൂരമഹോത്സവമാണ് നടക്കുന്നത്. കുംഭമാസത്തിലാണ് ഉത്സവം നടക്കാറുള്ളത്. ക്ഷേത്രത്തിന് പുറത്തായി പച്ചോലപ്പന്തൽ കെട്ടിയൊരുക്കി ഭംഗിയുള്ള വർണ്ണവിളക്കുകൾ അതിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. അതിനകത്തായി മുത്തുകുടകളും ആനയെ എഴുന്നള്ളത്തിനുള്ള നെറ്റിപ്പട്ടങ്ങളും അലങ്കാരങ്ങളും വെഞ്ചാമരങ്ങളും ആലവട്ടങ്ങളും ഒരുക്കി ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. പച്ചോലപ്പന്തലിന് പുറത്തായി താൽക്കാലികമായി ഒരു നടരാജ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ആനയ്ക്കുള്ള നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ആലവട്ടങ്ങളും മുത്തുകുടകളും അലങ്കരിച്ച് വെച്ചിരിക്കുന്നതിന് മുന്നിൽ തന്നെയായി പറകളിലായി വിവിധ തരങ്ങളായ ധാന്യങ്ങളും പഴങ്ങളും അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. ഇതിൽ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവിൽ, മലർ, മഞ്ഞൾ, അരി, ധാന്യങ്ങൾ, പൂക്കൾ, പൈനാപ്പിൾ, ഓറഞ്ച്, ശർക്കര, ചെണ്ടുമല്ലിപ്പൂവ്, നെല്ല്, അരി, കുങ്കുമം, പഴം എന്നിവയെല്ലാമാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കാവ് എന്ന പേരുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. എന്തിനാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത്? ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര എന്നാണ്. ക്ഷേത്രാന്തരീക്ഷം തന്നെ പോസിറ്റീവ് എനർജി കൂടിയൊരു സങ്കേതമാണ്. ശരീരത്തിലെ നെഗറ്റീവ് ഊർജത്തെ മാറ്റി തൽസ്ഥാനത്ത് പോസിറ്റീവ് ഊർജം സന്നിവേശിപ്പിക്കുവാൻ ക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അനിവാര്യമായ മാനസികാരോഗ്യം ത്വരിതപ്പെടുത്തുവാനുള്ള ഒരു വഴിപാടാണ് ഉത്രാലിക്കാവിൽ നടത്തുന്ന പൂപ്പറ വഴിപാട്. ഉത്സവ സമയത്ത് പൂക്കൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ ട്രെയിൻ സൗകര്യവും ബസ് സൗകര്യവും ക്ഷേത്രത്തിന് സമീപമായി തന്നെ ലഭ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നേക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി ഇനിയും കാണാം.